നമുക്ക് ഈ കാണുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പട്ടിക്കുട്ടി ഉണ്ടാക്കിയാലോ? അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പൈപ്പ് ക്ലീനറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ പൈപ്പ് ക്ലീനർ വെച്ച് സംഭവം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സെയിം കളറിലെ 4 പൈപ്പ് ക്ലീനറാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് റൗണ്ടായിട്ട് ചുറ്റിയെടുക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സാധനം എടുക്കുക. ഞാനൊരു നമ്മുടെ നെയിൽ പോളിഷിൻ്റെ ഒരു സംഭവമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് ചെയ്യും. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ നോക്കി ചെയ്തിട്ട് തന്നെ എനിക്ക് നല്ല കൺഫ്യൂഷനായിരുന്നു. പിന്നീട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയും കൂടെ കൺഫ്യൂഷനാണ്. അപ്പം ഏതാണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ വിചാരിച്ചൊരു 2 കൊണ്ടൊക്കെ നമുക്ക് ഈ ഒരു സംഭവം ചെയ്ത് തീർക്കാം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നടക്കില്ല. ഞാൻ വിചാരിച്ചതിനേക്കാളും ഏതാണ്ട് ഒരു 4 വേണ്ടി വന്നു. ഞാൻ ആകെ അതിൻ്റെ സെയിം കളർ 5 വാങ്ങിച്ചിട്ടുള്ളായിരുന്നു. അപ്പം ഞാനിത് വാങ്ങിച്ചത് നമ്മുടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്നാണ്. അതല്ലാതെ എനിക്കൊന്ന് ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ ബൾക്കായിട്ട് വാങ്ങുകയും വേണം, റേറ്റും നല്ല രീതിയിൽ കൂടുതലാണ്. പക്ഷേ എനിക്ക് 1 രൂപയായുള്ളൂ. ഒരു പൈപ്പ് ക്ലീനറിന് 1 രൂപ. പിന്നെ അവിടെ വലിയ ഒരു കളർ കോമ്പിനേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറേ ഒന്നും വാങ്ങിച്ചില്ല. കുറേ നമ്മുടെ പൈപ്പ് ക്ലീനേഴ്സിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. പൂവും അതൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷേ ഈ മെയിനായിട്ടുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ പൈപ്പ് ക്ലീനർ ഉണ്ടെങ്കിലേ നമുക്കൊരു നല്ല രീതിയിലൊരു ബൊക്കെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഈ ഒരു കൊച്ചൊരു പട്ടിക്കുട്ടിയായിട്ട് പോലും തന്നെ ഒരു 4 പൈപ്പ് ക്ലീനർ എനിക്ക് വേണ്ടി വന്നല്ലോ. പക്ഷെ പിന്നീട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇതിന് ഭയങ്കര ഒരു സോഫ്റ്റാണ്. ഉപയോഗിച്ച ആൾക്കാർക്ക് മനസ്സിലാവും ഇതിൻ്റെ സോഫ്റ്റ്നെസ് എത്ര മാത്രമാണെന്ന്. ഈ ഒരു പട്ടിക്കുട്ടി നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒന്ന് തടവി നോക്കുമ്പോൾ നമ്മുടെ ഒരു നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു പഞ്ഞിക്കുട്ടിയെ നമ്മൾ തൊട്ട് നോക്കത്തില്ലേ, അതേപോലെയാണ് തോന്നുന്നത്. അപ്പം നമ്മുടെ ആ ഒരു പട്ടിയുടെ ആ ഒരു ഫേസ് നമ്മൾ സെറ്റായിട്ടുണ്ട്. ഇതാ ഒരു പട്ടിക്കുട്ടിയുടെ ലുക്കൊക്കെ കിട്ടിയിട്ടില്ലേ, അതിൻ്റെ ഒരു വായും സംഭവങ്ങളും എല്ലാം അവിടെ സെറ്റായിട്ടുണ്ട്. പിന്നീട് നമുക്ക് കണ്ണ് വെച്ച് കൊടുക്കാവേ. പക്ഷേ ഞാൻ കണ്ണ് വെച്ചപ്പം എൻ്റെ കണ്ണ് ചെറുതായിട്ടൊന്ന് വലുതായിപ്പോയി. അതുകൊണ്ട് ഈ ഒരു സാധനം കാണുമ്പം വേറെ എന്തെങ്കിലും സാധനം ഓർമ്മ വരുന്നുണ്ടോയെന്നും കൂടെ ഞങ്ങൾ കമൻറ്റിൽ പറയണേ. എന്നിട്ട് ബാക്കി ഉള്ള പൈപ്പ് ക്ലീനേഴ്സ് നമുക്ക് യൂസ് ചെയ്ത് ഇതേപോലെ ആ ഒരു ബോഡിയും കൂടെ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സംഭവം അവിടെ സെറ്റ് ചെയ്ത് ആയിട്ടുണ്ട്. നമുക്ക് ആ പെണ്ണിൻ്റെ ബാക്കിലും അതേപോലെ ഞാൻ ഇപ്പോൾ കയ്യിൽ വെച്ചില്ലേ, അതേപോലെ നമുക്ക് ഈ ഒരു ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ എന്തിലും നമുക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഈവൻ നമ്മുടെ കീച്ചണായിട്ട് പോലും തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതേപോലെ പൈപ്പ് ക്ലീനേഴ്സൊക്കെ വെച്ച് നിങ്ങൾക്ക് വേറെ ക്രാഫ്റ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ. അപ്പം ഞാൻ ഈ പറയുന്ന പോലെ ഇതേപോലെ റോൾ ചെയ്ത് കഴിഞ്ഞ് ആ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയെടുത്തു. ബാക്കി വരുന്ന സംഭവം ഞാൻ വാലായിട്ടും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം ഉണ്ടാക്കാൻ കുറച്ച് ടൈം എടുത്തു. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും ഞാൻ കുറച്ച് ടൈം എടുത്തത്. പക്ഷേ ഞാൻ വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഭയങ്കര എളുപ്പമാണ്. പിന്നെ എന്ത് കാര്യമായാലും നമ്മൾ ചെയ്ത് വരുമ്പോഴല്ലേ എളുപ്പം ആവൂ. ആദ്യമത്തെ ഒരു ഫസ്റ്റ് ട്രൈ ആവുമ്പം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പം സംഭവം നമ്മുടെ അവിടെ സെറ്റായിട്ടുണ്ട്. ഇതേപോലെ ഇരിക്കും. അപ്പം എനിക്ക് ആദ്യമേ പട്ടിയുടെ മുഖവും, പക്ഷെ കണ്ണ് കുറച്ചും കൂടി ചെറുതായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി.